അതുപോലെ ശ്രുതിയുടെ ഇതിന് മുൻപ് വടക്കൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ അത്രയും ഇതിപ്പോൾ നേരത്തെ രാധികയുടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെർഫോമൻസ് ഒക്കെ നമ്മൾ അത്രയും കണ്ടിട്ടുള്ളത് പണ്ടൊട്ടേ നമ്മൾ ശ്രുതിയുടെ പെർഫോമൻസ് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ കാണുമ്പോഴേ ഇപ്പം ഇവരൊക്കെ ഒരു തലയിൽ മറ്റേ ഒരു ഇതൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്ററാണ് കാണുന്നത്, തലയിലൊരു റിംഗ് ഒക്കെ ആയിട്ടുള്ളതാണല്ലോ. ഹാലോവിൻ ആണോ? അപ്പൊ അതുപോലെയാണ്. പക്ഷെ ഈ ഒരു പോസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് തോക്കൊക്കെ പിടിച്ച് കുറച്ച് എന്താ പറയാ ടെറർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെയാണ് ഇതിപ്പോ രണ്ടും കാണുമ്പോൾ നമുക്ക് ഒരു ഡിഫറൻറ്റ് തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ശ്രുതി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് വരുന്നത് ശ്രുതിയുടെ ലൈഫിൽ? അങ്ങനെ തന്നെയാണ് ഇതുപോലത്തെ. ഇറ്റ്സ് ജസ്റ്റ് വേറൊരു ക്യാരക്ടറിന്റെ ഒരു സാറ എന്ന് പറഞ്ഞൊരു ഫൺ മസാജ് തെറപ്പിസ്റ്റ്. അവളുടെ ലൈഫിൽ ഇതുപോലെ ഒരു സൈഡുണ്ട്, ഇതുപോലെ ഒരു സൈഡുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇതുപോലത്തെ കഥ ഞാൻ ടാക്കിൾ ചെയ്തിട്ടില്ല ആസ് എൻ ആക്ടർ, ഇതുപോലത്തെ ക്യാരക്ടർ ഞാൻ ടാക്കിൾ ചെയ്തിട്ടില്ല ആസ് എൻ ആക്ടർ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് തോന്നി. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് കുറേ ഒരു ട്രെപ്പിഡേഷൻ, ഒരു പേടി, ഒരു ഡൗട്ട് എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ആലോചിച്ചിട്ടാണ്. പക്ഷെ ഷൈൻ ചേട്ടനാണ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഇത് വിട്ടുകൊടുക്കാനൊരു മനസ്സില്ല. പക്ഷെ അത് എടുക്കാൻ, അത് റിസീവ് ചെയ്യാനും കുറച്ച് പേടിയുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ ഹീ മേക്സ് എവറി ആക്ടർ വെരി കംഫർട്ടബിൾ. ദർ ഇസ് നോ ഇതുപോലെ തന്നെ ചെയ്യണം, അങ്ങനത്തെ ഒരു വാൾസോ അങ്ങനത്തെ ഒന്നുമില്ല. ആക്ടറിനെ വിട്ടുകൊടുക്കും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് യു ജസ്റ്റ് ലെറ്റ് യു ബി. അപ്പോൾ ക്യാരക്ടർ ചില സീൻസിലൊക്കെ ക്യാരക്ടർ, ഒരു ഡയറക്ടർ, ഇത്രയും വലിയ ഡയറക്ടർ വന്നിട്ട് നമ്മളോട് ഓക്കെ ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാന്ന് ഒരുമിച്ച് ഇരുന്ന് ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സീനിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ ഷൂട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനൊരു ജോലി പോലത്തെ, ഓക്കെ ഒരു ആക്ടറാണ്, സെറ്റിൽ വന്നു, 7 മണിക്ക് വന്നു, മേക്കപ്പ് ചെയ്തു, ഷൂട്ട് ചെയ്തു, പോയി. അതുപോലെയല്ല, നമ്മളൊരു ക്രിയേഷൻ ഒരുമിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്പാ. അതുപോലത്തെ ദാറ്റ്സ് ഹിസ് പ്രോസസ്. ഇനി പ്രീവിയസ് ബിജുവിൽ അങ്ങനെയായിരുന്നു, ഐ ഡോണ്ട് നോ. പക്ഷെ സ്പായിൽ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു സോളിഡ് കോൺട്രിബ്യൂഷൻ ഇതിൽ സർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബിഗ്, വെരി മേജർ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് യു ഫീൽ ലൈക്ക് ദിസ് ഇസ് അവർ ഫിലിം, അല്ലെങ്കിൽ ദാറ്റ്സ് ദ ഡയറക്ടേഴ്സ് ഫിലിം. ഫിലിം എന്ന് പറഞ്ഞ ഒരു ഡയറക്ടേഴ്സ് മീഡിയം ആണല്ലോ. സോ ഇറ്റ്സ് ഓൾവേസ് എ ഡയറക്ടേഴ്സ് ഫിലിം, ബട്ട് ദിസ് ഈസ് ലൈക്ക് എവ്രിബഡി ഹസ് കോൺട്രിബ്യൂട്ടഡ്. അത്രയും സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രെയിം വർക്ക് പുള്ളിക്കാരൻ്റെയാണ്. പക്ഷേ ദ വേ ഹി ഈവൻ നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഡയലോഗ് പറയുന്ന സമയത്ത് അപ്പോൾ കട്ട് വേറൊരു പുതിയ ഐഡിയ കിട്ടും. നമുക്ക് ഇത് ട്രൈ ചെയ്യാം, ഓക്കെ അതും ഇതും ട്രൈ ചെയ്യാം, കമ്പയർ ചെയ്യാം, ഓക്കെ ഇതാണ് ബെറ്റർ, അപ്പോൾ ഇത് വെക്കും. അങ്ങനത്തെ ഭയങ്കര ഒരു ക്രിയേറ്റീവ് പ്രോസസ് ആയിരുന്നു. നമ്മളെ തന്നെ ഒരു സെൽഫ് ഡിസ്കവറി ആയിരുന്നു ഓൺ സെറ്റ്. ഇതെനിക്ക് ഇതും ചെയ്യാൻ പറ്റും, ഇത്രയും ടൈമിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് ശരിയായില്ല. ബ്യൂട്ടിഫുൾ പ്രോസസ്, ടു മച്ച് ഫൺ. ഇതിനകത്തൊരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞില്ലേ, നമ്മളൊക്കെ പറയും ഷൈൻ വളരെ കാഷ്വൽ ആണെന്നുള്ളത്. എന്നെ ആക്ഷൻ ഹീറോ ബിജുവില് 51 പ്രാവശ്യം എന്നെ കൊണ്ട് ഡബിളിപ്പിച്ചിട്ടുണ്ട്. പോകുന്നുണ്ട്, പിന്നെയും തിരിച്ചു വിളിക്കും. സാറേ അത് അവിടെ ഒരു ചെറിയൊരു 51 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. അതാണ് പെർഫെക്ഷൻ. ബോംബെയിൽ നിന്ന് ഇവിടെ ഡബിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു വേർഡ്, അഞ്ചുടെ ഫോൺ വരും, ഒരു വേർഡ്. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇത് ചെയ്യണം, അതിന്റെ ഒരു വോയിസ് നോട്ട് അയച്ചാൽ മതി, ഞാൻ ശരിയാക്കാം. അപ്പൊ ഞാനൊരു 2-3 ടൈംസ് ഇത് എങ്ങനെയായി ഡബിങ്ങിന് ചെയ്യുമ്പോൾ ഒരൊറ്റ വേർഡ് അത് ശരിയായില്ല, ശ്രുതി ഇതൊന്ന് മാറിയിട്ടൊന്ന് വോയിസ് നോട്ട് അയച്ചാ. അപ്പൊ അതുപോലെ ഭയങ്കര രസമാണ്. ഇതിലിപ്പോ ഒരു നെഗറ്റീവ് 2 തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ ശരിക്കും പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഓരോ ക്യാരക്ടറിന് ഓരോ ഡിഫറെന്റ് ഇമോഷൻസ് കൊടുക്കുന്നുണ്ട്, 2 പോസ്റ്ററുകൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ ക്യാരക്ടറിൽ അങ്ങനെ വേരിയന്റ് ആയിട്ടുള്ള അങ്ങനെ ഇമോഷൻസ് ഒക്കെ കടന്നു പോകുന്നുണ്ടോ? നമ്മളത് സ്വാഭാവികമായ എല്ലാവരുടെയും ലൈഫിൽ ഹ്യൂമൻ ബീങ്സ് ആണ്. അത് നമ്മൾ പടത്തിൽ നോക്കുമ്പോൾ ഒരു ക്യാരക്ടറാണ്, പക്ഷെ ആസ് ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ് ആയിരിക്കും, ഇവിടെ വന്നിട്ടിരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും, ചിലപ്പോൾ എൻഡ് ഓഫ് ദി ഡേ യു മസ്റ്റ് ബി ഗെറ്റിംഗ് ടയർഡ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഇറിറ്റേഷനും ആ ഒരു മൂഡ് ഫ്ലക്ച്വേഷൻസും, എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടാവും,
ഒരു ഹാപ്പി സൈഡ് ഉണ്ടാവും. അതുപോലെ തന്നെ സാറ ആൾസോ ഓൾസോ ഹാവിങ്. അതുപോലെ തന്നെ ഇപ്പൊ ശ്രുതിയുടെ ക്യാരക്ടർ പോലെ തന്നെ തുല്യ പ്രാധാന്യമായിട്ടുള്ള 3 പേര് ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അതെ. ലക്ഷ്മി, മേഘ, പൂജിത അല്ലെ. അപ്പൊ പൂജിതനെ മുൻപ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പൂജിത പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് ഇനിയും സിനിമകൾ വരുന്നുണ്ട്, എനിക്ക് എൻ്റെ ഒരു സമയം വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ വരാൻ പോവാണല്ലേ പൂജിത? അപ്പൊ അല്ല, ഞാൻ എന്നോട് മുന്നേ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് പറയാൻ പാടില്ലായിരുന്നു സ്പായിനെ കുറിച്ചിട്ട്. ഞാൻ സോ എക്സൈറ്റഡ് എനിക്ക് ടെംപ്ടേഷൻ ഇതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. കാരണം വേറെ 2 മൂവി വരാനുണ്ട്. പക്ഷെ ഈ ഒരു മൂവിന്റെ എക്സ്പീരിയൻസ് ഹാസ് ബീൻ സോ മച്ച്, എന്താ പറയുക, ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് നമുക്ക് പഠിക്കാൻ കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മൂവി ചെയ്യുമ്പോൾ യു ഗെറ്റ് ടു ലേൺ എ ലോട്ട്. ആൻഡ് ഇതിൽ വെൻ വി ആർ ഡയറക്ടേഴ്സ് ആക്ടർ, നമുക്ക് ഇപ്പം ശ്രുതിയും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് വെരി ഈസി. നമ്മൾ കംഫർട്ടബിൾ ആണ്. വെൻ യു ആർ ഹാവിങ് ദറ്റ് സ്പേസ് ടു പെർഫോം, യു ആർ കോൺഫിഡൻറ്റ്. അപ്പോൾ നമ്മളിപ്പോഴും അറിയാണ്ട് സംടൈംസ് യു ഗെറ്റ് ടു പെർഫോം ഇൻ എ മച്ച് ബെറ്റർ വേ. ആൻഡ് അതാണ് നമുക്ക് ഷൈൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആസ് എൻ ആക്ടർ ഐ ഹാവ് റിയലി ഹാഡ് എൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ശരിക്കും പൂജിതയുടെ വളർച്ച ഞാനും പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ലക്ഷ്മി മറിമായത്തിൽ ചെയ്തിരുന്നു എന്നോട് നേരത്തെ. മറിമായം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെന്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പൊ ഷൈൻ ചേട്ടനെ ഞാൻ 2 തവണ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കണ പോലെ തന്നെ സാർ ഒരു ചാൻസ് എന്ന് ചോദിച്ചു. അതെനിക്ക് ഈ പടം വന്നപ്പോൾ എന്നെ വിളിച്ചതിന് 2ാമത്തെ ദിവസം നമ്മൾ ഷൂട്ടും തുടങ്ങി. ഞാൻ ശരിക്കും എന്നെ സെലക്ട് ചെയ്താ. എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഇവരിലെ ഏറ്റവും ജൂനിയർ ഞാനാ. പക്ഷെ സെറ്റിൽ ഇവരൊക്കെ പക്ഷെ എല്ലാവരും ഇപ്പൊ എടി പൊടി ബന്ധമായിരുന്നു. നല്ല അടിപൊളി സെറ്റ്. ഞാൻ ഒരു വെക്കേഷന് വന്ന പോലെ ഒരു മാസം അടിച്ചു പൊളിച്ച് ഭയങ്കര ശബ്ദമായിരുന്നു അല്ലേ? ഞാൻ സാറെന്ത് ചീത്ത അല്ല, സാധാരണ നമ്മൾ ആദ്യം ഒരു സിനിമ ചെയ്യുമ്പോ അതിന്റേതായ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് നല്ലതായിരുന്നു. നമ്മളുടെ ഓപ്പോസിറ്റുള്ള എല്ലാവരും ഭയങ്കര ജോളി ആയിട്ട് ടെൻഷൻ അടിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കണത് ദൈവമേ ഞാൻ ഈ പടം ചെയ്തല്ലേ എന്ന് ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ അല്ല, അതായത് ഞാൻ ചെയ്ത ശരിക്കും എന്നുള്ളൊരു ഇതില്ലേ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നു. അത്ഭുതം. അല്ല, ഉള്ളി കൊടുത്താണ്. അതുപോലെ മേഘ എന്ന് പറയുമ്പോൾ നമ്മൾ രേഖാചിത്രത്തിലും അതിന് മുൻപുള്ള അഞ്ചക്കള്ള കോക്കാനിലും ഒക്കെ നമ്മൾ ഇപ്പം നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെർഫോമൻസ് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ തുല്യ പ്രാധാന്യം എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സിനിമയിൽ എങ്ങനെയാണ് മേഘയുടെ ക്യാരക്ടർ? സ്പാ എയ്ബിഡ് സാറുടെ പ്രോജക്റ്റ്, അതിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആക്ച്വലി ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഞാൻ ആക്ച്വലി ചെയ്തേക്കുന്നത്. അത് പറഞ്ഞ ഡയലോഗ് ഡെലിവറി ഈസ് ഓൾസോ വെരി ഡിഫറെൻറ്റ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ആൻഡ് ഒബ്വിയസ്ലി എൻ്റെ ക്യാരക്ടറിൻ്റെ പ്രിപ്പറേഷൻ വൈസ് ഞാൻ അത്ര തലയിലൊന്നും വെച്ചില്ല. ബിക്കോസ് ഐ വാസ് വെരി ഹാപ്പി. സാറുടെ ഇൻസ്ട്രക്ഷൻ വാസ് ദെയർ. ഇറ്റ് വാസ് വെരി ഈസി ടു എക്സിക്യൂട്ട് ദ ക്യാരക്ടർ. ഇറ്റ് വാസ് വെരി നൈസ്. വെരി നൈസ് ആയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്നു ബിഡ് സാറിൻ്റെ സെറ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? അത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു? ഞാൻ സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. ഐ തിങ്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു സെറ്റ് കയ്യടി കിട്ടി. പെർഫോം ചെയ്ത സമയത്ത് വാട്ട് എവർ ഹാപ്പൻഡ് ആൻഡ് ഐ വാസ് ലൈക്ക് അപ്പുറത്തിപ്പുറത്ത് പീപ്പിൾ വർ ക്ലാപ്പിംഗ്. ഐ വാസ് ലൈക്ക് ആക്ച്വലി ഞാൻ പെർഫോം ചെയ്തു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പോലെ എനിക്കതിൻ്റെ ഒരു എഫർമേഷൻ കിട്ടിയത് വാസ് വെൻ സർ സെഡ് ലൈക്ക് ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ആൻഡ് ദെൻ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ വെൻ സർ സെഡ് ലൈക്ക് ഞാൻ ചെയ്ത പരിപാടി ഈസ് നൈസ്, ഇറ്റ് ഹെൽപ്ഡ് മീ ഗ്രോ ഈവൻ മോർ ഇൻ ടു ദ ക്യാരക്ടർ. ആൻഡ് ദെൻ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയും അതുവരെ സംസാരിക്കാത്തൊരു രീതിയും കൂടെയാണ് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്തത്. ആൻഡ് ഒബ്വിയസ്ലി ലൈക്ക് ഹൗ ഡു ഐ ടെൽ യു, സിനിമയുടെ പോസ്റ്റേഴ്സ് കണ്ടിട്ട് ഒരു സൈഡിൽ ദേസ് ഹാലോ, അനദർ സൈഡ് ദേസ് റിവോൾവർ. ആൻഡ് ഇപ്പം വന്നേക്കുന്ന പാട്ട്, അതിന്റെ വിഷ്വൽസ് റൊമാൻറ്റിക് വേർഷനാണ്. ടു ഗുഡ്. ഇറ്റ്സ് എ വെരി, ഐ വാസ് വെരി ഹാപ്പി ടു സീ യു ഗൈസ്. വെരി ഹാപ്പി. ലൈക്ക് മറ്റേ 80s റെട്രോ ആൻഡ് ഓൾസോ. ആൻഡ് ഒബ്വിയസ്ലി താങ്ക് യു സർ ഫോർ മേക്കിംഗ് ദിസ്. നിങ്ങൾ രണ്ടുപേരെ കാണാൻ നല്ല രസമുണ്ട്. 90s അവിടെ വർക്കായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് തന്നെ ഇരിക്കണം. വർക്കായിട്ടുണ്ട്.